മാതാ പിതാ ഗുരു ദൈവം അങ്ങനെയാണല്ലോ നമ്മൾ പറയല്ല അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ആദ്യം അമ്മച്ചി അപ്പച്ചൻ പിന്നെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന നമ്മൾക്ക് നല്ലത് പറഞ്ഞ് വളർത്തുന്നവരാണ് നമ്മുടെ ഗുരുക്കന്മാർ. അപ്പോൾ എൻ്റെ ചേച്ചി അമ്മ പിന്നെ എന്താ പറയുക, എന്നെ നല്ല വഴി നടത്തണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കാവൽ മാലാക, പിന്നെ നമ്മളുടെ ഔസേപ്പിതാവ്, മാതാവ്, അൽഫോൺസമ്മ, ഇതൊക്കെയാണ് ഞാൻ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിച്ചിട്ട് എണീക്കുന്ന. അസുഖങ്ങളൊക്കെ ഏറ്റെടുക്കണേ, കുരുക്കഴിക്കുന്ന മാതാവിനോട്, കെസ്റ്ററിനോട്, പിന്നെ മാതാവിനോട്, അന്തോണിസ് പുണ്യാളിനോട്, ഇവരോടൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ ഒരു ദിവസം ഞാൻ തുടങ്ങുക. എന്നിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് നേരെ നിങ്ങളെപ്പോഴും ഇഷ്ടപ്പെടുന്ന നമ്മളുടെ നടയിലേക്ക് പോകുന്നത്. അപ്പോൾ കുറേ പേര് പറഞ്ഞു എല്ലാ ദിവസവും ഈ നട കണ്ട് എണീക്കുമ്പോൾ അവർക്കും ഒരു ഭയങ്കര മനസ്സിനൊരു തൃപ്തിയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം ഞാൻ എൻ്റെ അമ്മച്ചിയിൽ നിന്ന് വേണമല്ലോ തുടങ്ങാനായിട്ട്. കാരണം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആകുമ്പോൾ നമ്മളുടെ അമ്മ ഇല്ലെങ്കിൽ നമ്മളില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ ഓർക്കുന്നത് നമ്മളുടെ അമ്മച്ചീനെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ ഇത് എണീറ്റ് പതിവ് പോലെ ഇന്ന് ഇത്തിരി നേരത്തെ എണീറ്റു കേട്ടോ. കുട്ടികളൊക്കെ എണീക്കണതിൽ മുമ്പായിട്ട് ഞാനാണ് ഇന്ന് ആദ്യം എണീറ്റത്. അങ്ങനെ എണീറ്റ് രാവിലത്തെ പോലെ പതിവ് പോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്, അപ്പോൾ ഇന്നിപ്പോൾ അതേ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം പള്ളിയിലേക്ക് പോകാനുള്ള ഒരു പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ അത് കുഞ്ഞിലേ തൊട്ടുള്ള ഒരു ശീലമാണ്, രാവിലെ ബർത്ത്ഡേയുടെ അന്ന് പുതിയ ഡ്രസ്സിട്ട് പള്ളിയിലേക്ക് പോകാമെന്നുള്ളത്. അപ്പോൾ അതുപോലെ പുതിയ ഡ്രസ്സ് ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ സിൽക്ക് കേന്ദ്രയിൽ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അവിടെ വെച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു ഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് അന്ന് കാണിച്ചിരുന്നു. അപ്പോൾ ചുരിദാറാണ്. അങ്ങനെ ഞാൻ എണീറ്റ് പതുക്കെ കിച്ചണിലേക്ക് പോയി അവിടുന്ന് മാതാവിനോട്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്നും ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ കുറേ പേര് പറഞ്ഞു, ഇന്നലെ കല്യാണത്തിന് പോയപ്പോഴും കുറേ പേര് പറഞ്ഞു ഞങ്ങളും ഇതുപോലെയൊക്കെ ചെയ്തു തുടങ്ങിയെന്ന്. അപ്പോൾ നമ്മളെപ്പോഴും മെഴുകുതിരി കത്തിക്കുക. കാരണം തീനാളം എപ്പോഴും പരിശുദ്ധാത്മാവിനെ എന്താ പറയുക, പരിശുദ്ധാത്മാവിൻ്റെ ഒരു അടയാളമാണ് തീനാളം എന്നുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ മെഴുകുതിരി കത്തിക്കുമ്പോൾ അതുവഴി മെഴുകുതിരി തന്നെ പറയുമല്ലോ, നമ്മൾ ഉരുകിയിട്ട് മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുന്ന ഒരു ഇതാണ് മെഴുകുതിരി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആവണം എന്നാണ് നമ്മൾ പറയുക. നമ്മളുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ മക്കൾ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഡാഡി കട്ടൻ വെച്ചു, അതൊന്ന് കുടിച്ചിട്ട് ഞങ്ങളിതാ ഇറങ്ങുകയാണ്, ഞാനും ഡാഡിയും കൂടിയിട്ട്. ഇങ്ങനെ വരുമ്പോൾ എപ്പോഴും ഞാനും ഡാഡിയും കൂടിയാണ് കേട്ടോ ഞങ്ങളുടെ യാത്ര. അപ്പോൾ 38ാമത്തെ വർഷമാണ് ഞങ്ങൾ ഒന്നിച്ചുള്ള യാത്ര. എന്നും ഇതുപോലെ കുറേ വർഷം കൂടി ഇങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ദൈവം അനുഗ്രഹിക്കണേന്നാണ് ഓരോ ദിവസവും എല്ലാവരും എന്നോട് ചോദിക്കും ഈ കുങ്കുമം തൊടുന്നത്. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ എന്നും എൻ്റെ നിറയിൽ കുങ്കുമം ഇടുക. അങ്ങനെ നമ്മുടെ കെസ് ബേബിയുടെ അടുത്ത് വന്നു. അവിടുന്ന് നേരെ ഞാൻ നടത്തറ പള്ളിയുടെ ഉള്ളിൽ നിങ്ങളാരും കണ്ടിട്ടില്ല എന്ന് പലവട്ടം പറഞ്ഞു കേട്ടു. അപ്പോൾ ഞാൻ എല്ലാവരും ഒഴിഞ്ഞപ്പോൾ പള്ളിയുടെ ഉൾഭാഗം എടുത്തതാണ് കേട്ടോ. അവിടുന്ന് പിന്നെ ഞങ്ങൾ വിചാരിച്ചു രാവിലെ കുട്ടികൾ ഇന്നലെ ലേറ്റായിട്ടല്ലേ എല്ലാവരും വന്നത്. അപ്പോൾ ഞാൻ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഡിമ്പിളിനായാലും പാച്ചുണ്ട്, ഡിവൈനായാലും 2 ആളുണ്ട്. അപ്പോൾ ഞാനാണെന്ന് വെച്ചാൽ പള്ളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ ലേറ്റാവും. അപ്പോൾ ഞാൻ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പതിവ് പോലെ നമ്മുടെ ബിസ്മിയിൽ പോയി അവിടുന്ന് അപ്പവും മുട്ടക്കറിയാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ അവിടെ നല്ല ചായ കണ്ടപ്പോൾ ഡാഡി പറഞ്ഞു നമുക്ക് ഒരേ ഗ്ലാസ് ചായ കുടിക്കാമെന്ന്. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ്. പുറത്ത് നിന്ന് ഒന്നിച്ചൊരു ചായയും ഡാഡി ഒരു വടയെടുത്ത് അവിടെ നിന്ന് കഴിച്ചു. അതൊക്കെ നാട്ടിൻപുറത്തിൻ്റെ ഒരു നന്മ എന്ന് പറയില്ലേ, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞാൻ നെല്ലിക്കുന്ന് പള്ളിയിൽ പോയി. സാധാരണ അമ്മയുടെ അടുത്ത് വീട്ടിലേക്കാണ് പോകാറ്. ഇപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പോയത് ഈ വീട്ടിലേക്കാണ്, എല്ലാവരും ഒന്നിച്ച് കിടന്നുറങ്ങുന്ന ഈ വീട്ടിലേക്കാണ്. അങ്ങനെ അവിടെ ചെന്ന് അമ്മയെ കണ്ട് അമ്മയോട് വിവരങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ നേരെ അവിടെ ഞാൻ പള്ളിയിൽ കയറിയില്ല കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ നടത്തറ പള്ളിയിൽ കയറി, പിന്നെ അവിടെ എല്ലാം കഴിഞ്ഞ് അടച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ പള്ളിയിൽ കയറിയില്ല. ഇത് ഏർപ്പാവല്ലിപ്പൻ എൻ്റെ കുഞ്ഞിലേ തൊട്ട് ഇപ്പോൾ ഈ ബർത്ത്ഡേ ഒരു 10 വയസ്സ് വരെ വല്യപ്പൻ എല്ലാ വർഷവും ഞങ്ങളുടെ കൂടെ എനിക്ക് മിഠായിയും ഒക്കെ കൊണ്ട് തന്നിട്ടുള്ള ഒരു വല്യപ്പനാണ്. അത് ഏർപ്പാവല്ലിപ്പൻ എന്ന് പറയും. പിന്നെ ടോണിയേട്ടനും. അവിടെ നിന്ന് ഞങ്ങൾ നേരെ എൻ്റെ ചേച്ചിയുടെ അടുത്തേക്കാണ് പോയത്, മരിയാപുരം പള്ളിയിലേക്ക്. അപ്പം മരിയാപുരം പള്ളിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് എന്തെങ്കിലും ഒരു വിശേഷം ഒരു ദിവസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടങ്ങളിലൊക്കെ ഈ 2 സ്ഥലമായിരുന്നു, ഇപ്പം അത് അമ്മയും കൂടി ആയപ്പോൾ അത് 3 സ്ഥലമായി. അപ്പോൾ ഞാൻ ഇവിടേക്ക് എത്തുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെ ഞാൻ മരിയാപുരം പള്ളിയിൽ വന്നു. അവിടെയും കുർബാനയൊക്കെ കഴിഞ്ഞ സമയമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് നേരെ ഞാൻ ശവക്കോട്ടയിലേക്ക് കയറി. അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡാഡിയുടെ ഒപ്പം നടക്കാൻ പറ്റില്ല.
ഞാൻ ഇത്തിരി സമാധാനത്തിൽ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി വല്ല പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ടൊക്കെയാണ് നമ്മൾ മുമ്പിലേക്ക് പോകട്ടെ. അപ്പോൾ ഡാഡി വേഗം പോയി തിരിയൊക്കെ മറ്റേ ചന്ദനത്തിരി കത്തിച്ചു. അവിടെ ചന്ദനത്തിരിയും മാലയും ഇടാനുള്ള ഒരു സംവിധാനം ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു. അപ്പോൾ ചേച്ചിയോട്, കാരണം എല്ലാ വർഷവും കുഞ്ഞിലെ ബർത്ത്ഡേക്ക് ചേച്ചിയാണ് എനിക്ക് ഡ്രസ്സൊക്കെ എടുത്ത് തരണതും, എടുക്കാമെന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുത്ത് തരണതും, തേച്ചെടുത്ത് വെച്ച് തരണതും, പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ ഒരുക്കി വിടണതും ഒക്കെ എൻ്റെ ചേച്ചിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുമ്പോൾ എൻ്റെ ഗുരു എനിക്ക് തോന്നുന്നു എൻ്റെ ചേച്ചിമാരെ കണ്ടിട്ടാണ് ഞാൻ ഓരോന്ന് പഠിച്ചിട്ടുള്ളത്. അവർ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. അങ്ങനെ ഇത് ഭാവൻസ് സ്കൂളിൻ്റെ അവിടെ നിന്നുള്ള വഴിയാണ് ഞാൻ ശരിക്കും കാണിച്ചിട്ടുള്ളത്. ഇന്ന് വരുന്നവർക്ക് വഴി തെറ്റാണ്ടിരിക്കാൻ. സ്കൂൾ തൊട്ട് നേരെ വന്ന് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മുടെ വീട്. ഭാവൻസ് സ്കൂളിൻ്റെ അവിടെ നിന്ന് നേരെ കുഴുക്കുള്ളി റോഡ് നേരെ വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മളുടെ വീട്. ആ വഴി അറ്റം എത്തണോടത്ത് കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് കയറി. നമ്മളെപ്പോഴും ഇറങ്ങുമ്പോഴും കയറുമ്പോഴും നടയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വരാറ്. അപ്പോൾ രാവിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞതാണ്. വീട്ടിലെത്തി ഞാൻ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളെ വരവേൽക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ കുറേ പേരുടെ വിചാരം ഗ്രൂപ്പിലുള്ളവർക്ക് വരാൻ പാടുള്ളൂ എന്ന്. അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും വരാം. അപ്പോൾ എല്ലാവരെയും കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഞാനല്ല, ഞങ്ങൾ 3 പേരും. അപ്പോൾ പറ്റാവുന്നവർ ഒക്കെ വരിക കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് ആരെയും ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും വരാം. പിന്നെ കുറേ ബന്ധുക്കൾ ഞങ്ങൾ വന്നാൽ എങ്ങനെയാണ് എന്നുള്ള ഒരു ചിന്തയുണ്ട്. ഒരിക്കലും ഒരു വിഷമവും, ആർക്കും എപ്പോൾ വേണമെങ്കിൽ വരാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് രാവിലെ ഇടാൻ കാരണം ഇനി വരാൻ മടിയുള്ളവർ അങ്ങനൊരു വിചാരം വേണ്ടാന്ന് കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ കുറേ പേര് പറഞ്ഞു എൻ്റെ നട കാണണം, അത് സ്ഥിരം കാണുന്ന കുറേ കാര്യങ്ങൾ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കണ്ട് സന്തോഷമായിട്ട് പിരിയാം. അപ്പോൾ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. കുട്ടികൾ ആരും എണീറ്റിട്ടില്ല. അപ്പോൾ അതൊക്കെ കുത്തിപ്പൊക്കി എണീപ്പിച്ച് ദിവസം തുടങ്ങട്ടെ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.